മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. ത്രീ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. 10 ഓഫ് വാൺസ്, 7 ഓഫ് ഷോർട്സ്, 2 കപ്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ്, ദി ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു നല്ല രീതിയിൽ നമുക്ക് കാണാം. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയം അവർക്ക് ആക്ഷൻ എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ അവരെ എന്തൊക്കെയോ പിന്നിലോട്ട് വലിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കാണാം ത്രീ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. നല്ലൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കൂടിയാണ് ഈ ഒരു ബന്ധം ഇപ്പോൾ കടന്നു പോകുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ 2 ഓഫ് കപ്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കാം അത്രത്തോളം സന്തോഷത്തോടു കൂടി പോയവരാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ പോയൊരു ബന്ധമാണ്. ഇപ്പോൾ രണ്ടും രണ്ടിടത്തായ അവസ്ഥയിൽ കൂടിയാണ് ഇത് പോകുന്നത്. കാരണം ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ഒരു അതിശക്തമായ മൂന്നാമതൊരു വ്യക്തിയാണ്, ഒരു തേർഡ് പാർട്ടിയാണ് ഇതിനകത്തുള്ളത്. അവർ കാരണമാണ് ഇന്ന് ഈ ഒരു ബന്ധം രണ്ടിടത്തായതുപോലെ, അല്ലെങ്കിൽ ഒരു വിള്ളലുകൾ ഇതിനകത്ത് സംഭവിച്ചതുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി ഇവിടെ കണ്ടോ, ഒരു ചീറ്റിംഗ് ആണ്. 7 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചീറ്റിംഗ് ആണ്. ആൾ നിങ്ങളിൽ നിന്ന് ഇവിടെ കണ്ടോ, ശരിക്കും ആൾ നിങ്ങളെ പറ്റിച്ചു കളഞ്ഞതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിച്ചതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതായിട്ട്, തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറിയ ഒരു കട വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ അതൊരു ചീറ്റിംഗ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കാം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പഴയ പോലെ അതിനകത്ത് പോയതിന് ശേഷമായിരിക്കാം പഴയ പോലെയുള്ള ഒരു സന്തോഷമൊന്നും അതിനകത്തില്ല. കാരണം എവിടെയാണോ ഈ വ്യക്തി പോയിരിക്കുന്നത് അവിടെ ഈ വ്യക്തിക്ക് ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. കണ്ടില്ലേ, ഇതാ 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ആൾക്ക് മൊത്തത്തിൽ ഒരു ഭാരം തലയിൽ എടുത്തു വെച്ച ഫീലാണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങളിൽ നിന്ന് ആൾ മോൺ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആൾ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിട്ടും നിങ്ങളടുത്ത് വലിയ രീതിയിൽ ആളൊന്നും സംസാരിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. എപ്പോഴാണോ അങ്ങനെ ഈ ഒരു വ്യക്തി മൂന്നാമതൊരു വ്യക്തി ഈ വ്യക്തിയുടെ തലയിലായത്, അന്ന് മുതൽ ഈ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ള സമാധാനവും നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഉള്ളപ്പോൾ നമുക്കിവിടെ കാണാം ഏസ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ പോയിരുന്ന ബന്ധമാണ്, വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയവരാണ് നിങ്ങൾ. അപ്പോൾ അതാണ് ശരിക്കും തകർന്ന അവസ്ഥയിലാണ്. അവിടെ കണ്ടോ 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അത്രത്തോളം ഭാരമാണ്. ശരിക്കും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ആളിപ്പോൾ നിലവിൽ. അപ്പോൾ എനിക്ക് ഈ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളിനി ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ഈ ഒരു ചതി ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരിക്കലും ഈ വ്യക്തിയുടെ കൂടെ വരില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്ക് ആ ഒരു വിശ്വാസം വന്ന്. കാരണം ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും അടുക്കുന്നുണ്ടാവില്ല ആളിലേക്ക്. കാരണം അതിനുശേഷമാണ് ആൾക്ക് ശരിക്കും എന്താ പറയുക, അങ്ങനെ ഒരു വിശ്വാസത്തിലാണുള്ളത്. നിങ്ങൾ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ തിരിച്ച് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു മൈൻഡിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. കാരണം ആളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഒരു റീയൂണിയനൊക്കെ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ
ആൾ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ തിരിച്ച് വരാനായിട്ട് ആ വ്യക്തി ചില നേരത്തെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ജസ്റ്റ് കോൾ വിളിക്കുന്നുണ്ടാകും. നിങ്ങൾ ചില സാഹചര്യത്തിൽ എടുക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളെ പറ്റിച്ചു പോയൊരു വ്യക്തിയെ നിങ്ങൾക്കും വേണ്ട എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. ഇത് ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഇത് കണക്റ്റ് ആവുന്നത് കേട്ടോ, എല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല. അപ്പോൾ ഇത് കണ്ടോ, സ്ട്രെങ്ത്താണ്. ആൾ ഒരുപാട് നിങ്ങളെ ഇവിടെ കാണാം, സ്ട്രെങ്ത്താണ്. ഒരു കാട്ടിലെ സിംഹത്തെ എങ്ങനെയാണ് മെരുക്കിയെടുക്കുക, അതുപോലെ നിങ്ങളെ മെരുക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. എത്രയൊക്കെ നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം തകർന്നു. അപ്പം അതിൻ്റെ പുറത്താണ് നിങ്ങളുള്ളത്. എന്ന് വെച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹമുണ്ട്, ആളോട് ഇപ്പോഴും സ്നേഹമുണ്ട്, ആളോട്ട് മറക്കാൻ നിങ്ങൾക്കും പറ്റുന്നില്ല. പക്ഷേ ആ പഴയതുപോലെ അടുക്കാനാവുന്നില്ല നിങ്ങൾക്ക്. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നത് കേട്ടോ. കൂടുതലായിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഇപ്പോൾ മനസ്സിലായി നിങ്ങളുടെ വില, നിങ്ങളാണ് വലുത്. ഇപ്പോഴാണ് അവർ ശരിക്കും അത് തിരിച്ചറിയുന്നത്. നൈറ്റ് ഓഫ് ഷോർട്സാണ്. ആൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മുന്നോട്ട് ആൾക്ക് എങ്ങനെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തണം എങ്ങനെയെങ്കിലും. കാരണം ശരിക്കും ആൾക്ക് നിങ്ങളെ പറ്റിച്ചു പോയതുകൊണ്ടായിരിക്കാം. ശരിക്കും അതിനേക്കാൾ വലിയൊരു ചതിയാണ് ആളും നേരിടുന്നത്. ആ എവിടെയാണോ പോയിരിക്കുന്നത് അവിടെ ആൾക്കൊരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. കണ്ടില്ലേ, 10 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്ക് നിങ്ങളെ പറ്റിച്ചതിന് യൂണിവേഴ്സ് ആ ഒരു ശിക്ഷ ആൾക്ക് കൊടുത്തതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ തിരിച്ചു കിട്ടണം, ആ ഒരു അതിൻ്റേതായ എഫേർട്ടിലാണ്. ഇപ്പോൾ നിങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് ആ വ്യക്തി ഉള്ളത്. ദി മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾ ശരിക്കും ഭയക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആൾ പലരെയും ആൾക്ക് ഭയം കാര്യങ്ങൾ, കാരണം മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയതുപോലെ ആൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിനകത്ത് നല്ല രീതിയിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ. ജസ്റ്റിസാണ്. ആൾ മനസ്സിലാക്കുന്നു ആൾക്ക് നിങ്ങൾ നീതി കൊടുക്കണം എന്ന് ഒരു അവസരം കൂടി നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു അവസരം കൂടി ആൾക്ക് കൊടുക്കണം. കാരണം ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളോട് ഒത്തിരി സ്നേഹമാണ്. ആ പഴയ സ്നേഹം ആൾക്ക് ഒരുപാട് നിങ്ങളെടുത്തുണ്ട്. അപ്പോൾ ആൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ യഥാർത്ഥ സോള് നിങ്ങളാണ്. നിങ്ങളെ എന്തൊക്കെ പ്രശ്നം ഇതിനകത്തുണ്ടെങ്കിലും നിങ്ങളെ കളഞ്ഞിട്ട് പോയ വ്യക്തിയാണ്. പക്ഷേ ഇവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നല്ലതാണ് ഇരിക്കുന്ന പറഞ്ഞിട്ട് പോയതാണ്. അവസാനം അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമാണ് പിന്നെയും വന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അവിടെ ഒട്ടും സമാധാനമില്ല. ആ ഒരു സമയത്താണ് ആൾക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കാനും പറ്റുന്നത്. ക്യൂൻ ഓഫ് ഷോർട്സാണ്. ആളൊരു പുതിയൊരു തുടക്കം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇപ്പോൾ പലരോടും മത്സരിക്കേണ്ട ഒരു അവസ്ഥ ഇത് വരുത്തി വെച്ചത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ഈ തകർത്തെറിഞ്ഞ് വേണം നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ. ആ ഒരു തന്ത്രപ്പാടിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ഇവിടെ ഉണ്ടോ, നൈറ്റ് ഓഫ് വാൺസ് ആണ്. തീർച്ചയായിട്ടും ആളുടെ മനസ്സിൽ ഓടി വരണമെന്നുണ്ട് നിങ്ങളിലേക്ക്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങൾ ഒരു മാപ്പ് കൊടുക്കണം. കാരണം ആൾ ചെയ്തു വെച്ച തെറ്റിന് നിങ്ങൾ മാപ്പ് കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. പക്ഷേ അത് വീണ്ടും എന്താ പറയുക, ആൾക്ക് ഇപ്പോഴും ഒരു ഇതാണ്, ആ പഴയ പോലെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമോ എന്നുള്ള ഒരു ടെൻഷനും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. 10 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ശരിക്കും ആ വ്യക്തി മാനസികമായിട്ടും ശാരീരികമായിട്ടും ആൾ തളർന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് ആളിപ്പോൾ കടന്നു പോകുന്നത്. ചെയ്ത തെറ്റിനെ ഓർത്ത് ആൾ ഒരുപാട് പശ്ചാത്തപിക്കുകയാണ് ഈ ഒരു സമയത്ത്. ആൾ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ആളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു ബാലൻസ് ഈ ഒരു ബന്ധത്തിൽ വേണമെന്ന്. കാരണം ആളുടെ മൈൻഡ് എവിടെയും നിൽക്കാത്ത ഒരു സ്ഥിതിയിലേക്കായിട്ടുണ്ട്. എവിടെ ഇരുന്നാലും കിങ് ഓഫ് വാൺസിൻ്റെ ആൾ നിങ്ങളെ തിരയുന്നുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെയാണ് ആളുടെ ശ്രദ്ധയിലുള്ളത്. പേജ് ഓഫ് കപ്സാണ്. ഒരുപാട് സ്നേഹമാണ് ഈ ഒരു സമയത്ത് ആൾക്ക് നിങ്ങളടുത്ത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. കാരണം ആൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. നിങ്ങളായിട്ട് ആളെ വലിയ രീതിയിൽ ശ്രദ്ധിക്കാത്തതായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആൾക്ക് കാരണം ആൾക്ക് അത്രയും അവിടെ ഒന്നും പറ്റുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും ശരി നിങ്ങളുടെ ബന്ധം ശരിയാക്കി കൊണ്ടുവരണം, ആ ഒരു നീക്കത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ട 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്.
നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ടെമ്പറൻസ് വന്നിട്ടുണ്ട്. കാരണം നിങ്ങളൊരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങൾ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, അത്രയധികം നിങ്ങൾ ഈ വ്യക്തിയെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. മാത്രമേ അത്ര നല്ല രീതിയിൽ ഈ പോയിരുന്ന കണക്ഷനും അതെ. മാത്രം ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചിട്ടാണ് മറ്റൊരു ദിശയിലോട്ട് മാറിയത് തന്നെ. ആളുടെ ഫോക്കസ് എല്ലാം മാറിയിരുന്നു. ആ സമയത്തൊക്കെ നിങ്ങളും ഒരുപാട്, നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് നമുക്ക് 3 ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് വേദനാജനകമായ ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും ആ സമയത്ത്, ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതൊരു ഭയങ്കരമായിട്ടുള്ള ഹേർട്ടായതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ആൾക്ക് ഇപ്പോൾ നിങ്ങളെ വേണം. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. അപ്പോൾ ആൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. പക്ഷെ ആൾ തിരിച്ചു വരും നിങ്ങളിലേക്ക് തന്നെ. നവംബർ മാസം, ലെറ്റർ കെ. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. ബ്യൂട്ടീഷ്യൻ. 11/11 നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ ഒരു സമയം. കോഴിക്കോട്, എറണാകുളം, തൃക്കേട്ട. ലെറ്റർ പി ആണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം, ഡിസംബർ മാസം, തിരുവാതിര നക്ഷത്രം. പർപ്പിൾ കളർ. ഒക്ടോബർ, മകം നക്ഷത്രം. ഉത്രാടം. ലെറ്റർ ക്യൂ ആണ് വന്നിരിക്കുന്നത്. സ്റ്റുഡൻ്റ് എന്ന് ഇട്ടിട്ടുണ്ട്. ലോയർ ആയിരിക്കാം. ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത്. തിരുവാതിര, റിയൂണിയൻ. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ. യു ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ യു. ഭരണി നക്ഷത്രം. ലെറ്റർ എ ആണ് വന്നിരിക്കുന്നത്. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ലെറ്റർ ഐ ആണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ 49. ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക് യു.